Yes, good morning everybody. കഴിഞ്ഞ ദിവസം മതി കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയത് കപ്പാസിറ്റീസ് കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. മനസ്സിലാവണമെങ്കിൽ പ്രോബ്ലം ചെയ്യാം. കപ്പാസിറ്റീസ് കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് പാരലൽ മനസ്സിലാവണമെങ്കിൽ പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലത്തിൽ നമുക്ക് തുടങ്ങാം. എഴുതിക്കോണം. Three capacitors ഓൺലൈനുകാരും എഴുതിക്കോളണം കേട്ടോ. 3 capacitors 2 microfarad. 2 microfarad 3 microfarad and 4 microfarad are connected in series create source of potential to create source of potential 180 volt. Calculate potential difference. Calculate potential difference each capacitor. Calculate potential difference each capacitor. നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ഫിഗർ ഒരു ഫിഗർ ആ കാണിക്കുന്ന ഫിഗറിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. Two microfarad. 3 microfarad. Voltage 180. Same ആണ് ചാർജ്. വോൾട്ടേജ് അതെ. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് across each capacitor. Potential drop or potential difference of electrical pressure ഈ പേരെല്ലാം ലീനിയർ വോൾട്ടേജ്. അപ്പോ V1 V2 V3 ഇവ കണ്ടുപിടിക്കാം. നമുക്ക് V1 എത്രയാണ് നിങ്ങൾക്കറിയാം. V1 സൗണ്ട് ക്ലിയർ. V1 ന്റെ ഇക്വേഷൻ എന്താണ്? 2/V1. V2 ന്റെ ഇക്വേഷൻ Q/V3 യുടെ ഇക്വേഷൻ ഇവിടെ C1 C2 C3 എല്ലാം തന്നിട്ടുണ്ടല്ലേ. പക്ഷെ ആരില്ല Q നിങ്ങൾക്ക്. അപ്പൊ Q എങ്ങനെ കാണും? Q കാണാൻ വേണ്ടി കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. ചെയ്തില്ലാത്ത Q കാണുമ്പോ ടോട്ടൽ DM വേണം നമ്മൾ. ടോട്ടൽ C എത്രയാണ്? ടോട്ടൽ C നമ്മൾ കണ്ടെത്തിക്കും. മനസ്സിലാക്കാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ കണക്കില്ല. ചെയ്തില്ലെങ്കിൽ ഈ ടോട്ടൽ സി എന്തുകൊണ്ട് കാണണം എന്ന് ചോദിച്ചാൽ ഈ ചാർജ് ആണ് കോൺസ്റ്റന്റ്. ചാർജിന് ചേഞ്ച് അങ്ങനെയുള്ള കോൺസ്റ്റന്റ് കാണുമ്പോൾ ടോട്ടൽ ഏത് ടോട്ടൽ എടുത്ത് കാണണം? ഇതിന്റെ ഇക്വേഷന്റെ ടോട്ടൽ. ഇവിടെ അതിന്റെ ഇക്വേഷൻ Q അതുകൊണ്ടാണ് സീരീസ് കാണാൻ നേരിട്ട് പറ്റില്ല.
1 by C is equal to 1 by C1 plus 1 by C2 plus ഇത് നിങ്ങൾ ചെയ്യണം. ചെയ്താൽ പോലെ അതിന് എന്തുകൂടി എടുക്കണം? C1 എടുക്കുമ്പോ ഈ മൈക്രോ മാറ്റണം. നിങ്ങൾ ലാസ്റ്റ് മൈക്രോ എടുക്കണം. 1 by 3 plus 1 by 6 എന്ന് കണ്ടിട്ട് C കാണാൻ C എടുത്ത് ലാസ്റ്റ് 4 ആണ്. C ബ്ലോക്ക് എടുത്തിട്ട് മൈക്രോ പാർട്ട് ഇവിടെ ആ സി ഇവിടെ കൊടുക്കുമ്പോൾ മൈക്രോ മാർക്കോ ടെമ്പറേച്ചർ മനസ്സിലായ ഇവിടുത്തെ വാല്യൂ എടുക്കുമ്പോൾ മൈക്രോ അപ്പൊ ആൻസറിൽ കൂടെ ഒരു ടെമ്പറേച്ചർ കാണും അത്രയും കേൾക്കും. ഇനി ഇവിടെ വന്ന് കൊടുക്കേ ഇവിടെ ക്യൂ കൊടുക്കുമ്പോൾ ക്യൂവിനാണ് കാണും ടെമ്പറേച്ചർ എന്നിട്ട് ബൈ C1 ആണ് അറിയോ C1 എത്രയാണ് 2 into 10 raised to minus Q നിങ്ങൾ കണ്ണോട്ട് പറഞ്ഞാൽ കാണും അതിലേക്ക് കൂടെ ക്യാൻസൽ ആയി 10 പവർ ഇല്ലാത്ത ഒരു രീതി അങ്ങനെ നിങ്ങൾക്ക് V1 കിട്ടും V2 കിട്ടും. പരീക്ഷാ ഹാളിൽ നിന്ന് നിങ്ങൾ തിരിച്ചിറങ്ങി പോകുന്നതിന് മുമ്പ് ഈ ഉത്തരം ശരിയാണോ ഈ 3 വോൾട്ടേജ് കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? ഡെസിമൽ വരികയാണെങ്കിൽ 190 വരില്ല 179 പോയിന്റ് സംതിങ് മനസ്സിലായോ? ഡെസിമൽ വരുമ്പോൾ നമ്മൾ 2 ഡിജിറ്റ് ചെയ്യും ബാക്കിയൊന്നും കളയില്ല. അതുകൊണ്ട് 190യോട് ചേരത്തില്ല 179 പോയിന്റ് സംതിങ്. ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് മനസ്സിലായോ? വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അത്രേ ഉള്ളൂ. ചെയ്തില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാനൊരു ആഗ്രഹം അതുകൊണ്ടൊന്നും ചെയ്തോ ആഗ്രഹങ്ങളല്ല. ഇതാണ് ഞാൻ പറയുന്നത്. നമ്മള് തിയറി പഠിക്കുമ്പോ തിയറി ഉറക്കണമെങ്കിൽ തിയറി ചാപ്റ്റർ തിയറി പഠിക്കാൻ നോട്ട് കിട്ടിയ ചാപ്റ്റർ 2 നോട്ട് കിട്ടിയില്ലേ? നോട്ട് വന്നില്ലേ? കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ അയച്ചു കൊടുത്തല്ലോ. ഇന്ന് എന്റെ സമയത്ത് അയച്ചിട്ടില്ല.
കിട്ടിയ ആൻസർ ശരിയാണെന്ന് പരിശോധിച്ചോളൂ. ഒന്നും കൂടെ ആഡ് ചെയ്ത് 180 വന്നാൽ ഇത്രയേ ഉള്ളൂ. ഡി എത്ര കിട്ടി? ഡി എത്ര കിട്ടി? എത്ര കിട്ടി? 12/13 ആണ് മാറി. എസ്റ്റിഎം എടുക്കണം കേട്ടോ. എസ്റ്റിഎം എടുക്കാൻ അറിയാമോ? 2, 3, 4 എസ്റ്റിഎം എടുക്കാം. 2 ഉണ്ട് 1, 3, 2. 2 into 3. 6 into 2. Okay. 6 into 2 എത്ര? എസ്റ്റിഎം എടുക്കാൻ കേട്ടോ. എസ്റ്റിഎം എടുക്കാൻ ഈ 12 എസ്റ്റിഎം കിട്ടിയത് ഒരു കുട്ടിക്കാണ് എസ്റ്റിഎം എടുക്കാൻ. ബാക്കി എല്ലാവരും ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈസ് ആണ്. ഡിനോമിനേറ്ററിലെല്ലാം കൂടെ മൾട്ടിപ്ലൈസ് ആണ്. അങ്ങനെയല്ല എസ്റ്റിഎം എടുക്കുന്നത്. ആ 12 into 2 ഉണ്ട് 6. 3 എത്രയാണ്? 4. 4 എത്രയാണ്? 3. 13/12 അപ്പൊ സി കാണാൻ 12/13 മൈക്രോഫാരഡ്. സി കാണണം. സി പ്രോക്കർ എടുക്കണം. അപ്പൊ Q1 കാണണ്ടേ? Q കാണണ്ടേ? Q എത്രയാണ്? സി എത്ര? 12/13. ഇതാണ് ക്യൂവിന്റെ വാല്യൂ. ഇങ്ങനെ കിട്ടാതെ കുഴപ്പമൊന്നുമില്ല. കാരണം ഇവിടെ വരുന്ന വെട്ടിപ്പിട്ടോ മനസ്സിലായാൽ ഇവിടെ നിങ്ങൾക്ക് ഡെസിമൽ കാണേണ്ട ആവശ്യമില്ല. ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അതിന് ക്യാൻസലായി ധൈര്യമായി ഇവിടെ കൊണ്ടുവന്നതായി വേറെ കുറവാണ്. C1 Q/C1. ക്യൂവിന്റെ വാല്യൂ 12/13. ഒരു 180 കൂടി ഉണ്ട്. ഒരു ടെമ്പറേച്ചർ -6 ഉണ്ട്. C1 എന്ന് പറഞ്ഞാൽ 2 into 10 power minus 10 power minus 6 ക്യാൻസൽ ആവുന്നു. 2ഉം 12ഉം കൂടെ ഡിവൈഡ് ചെയ്യണം. അതിൽ 2ഉം 180 കൂടെ ഡിവൈഡ് ചെയ്യണം. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ചെയ്താൽ 10 power minus 6 ക്യാൻസൽ ആയി. ഞാൻ ഈ 2 180 കൂടെ ക്യാൻസൽ ആക്കിയാൽ 9, 12, 108 ഒരു 0 ഉണ്ട്. ഡിവൈഡഡ് ബൈ 13. അല്ലേ? 1080/13. എത്ര? 80 പോയിന്റ് 8 പോയിന്റ് 80 പോയിന്റ് 80.3 ഒരു കുട്ടിക്ക് കിട്ടി.
83 പോയിന്റ് എന്നാണ്. 83.075 ഡെസിമൽ വരെയാണ്. അതുകൊണ്ട് 180 എക്സ്ട്രാ 179 സംതിങ് കേട്ടോ. ചിലപ്പോ 180.1 വെരി ക്ലോസ് ടു 180. മൂന്നും കൂടെ ആഡ് ചെയ്താ എത്ര എഴുതി നോക്ക്. ഓ വെരി ഗുഡ് 178.9. ഇതേപോലെ കാരണം സി നേരിട്ടല്ലേ ആഡ് ചെയ്ത് നോക്കണേ. എല്ലാ കുട്ടികളും ഒന്ന് ആഡ് ചെയ്ത് നോക്കണേ. രണ്ടാമത്തെ വളരെ എളുപ്പം കിട്ടുമല്ലോ. കാരണം 3 ക്യാൻസൽ ചെയ്യാൻ എളുപ്പമാണല്ലോ. വീട്ടു ചെയ്തോളൂ. 12/13 ഇൻറ്റു 170 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ C2 3 മൈക്രോഫാരഡ് 3 വെട്ടിപ്പോ 3 150 60 തവണയാണ്. 6 വന്നിട്ട് 72 0 13 13 36 72 40 ആണ്. 55 വന്നു. 3 200 വെട്ടുമ്പോൾ 6 വന്നിട്ട് 72 അയ്യോ സോറി. അപ്പൊ എത്ര കിട്ടി? 5.383. ശരി, ഇനി ഇത്രയാണോ? ഡെസിമലൊക്കെ ഒന്നാക്കട്ടെ മാറിയ കുഴപ്പമില്ലേ. ചെറിയൊരു ഡെസിമലിന്റെ വ്യത്യാസം വന്നാലും കുഴപ്പമില്ല. എന്നിട്ട് അത് ആഡ് ചെയ്ത് നോക്കും.
ശരി, ഞാനിവിടെ ശ്രദ്ധിക്കും. ഇന്റർവൽ ടൈമിൽ കംപ്ലീറ്റ് ചെയ്താൽ അതെന്താണ് എന്താണ് എനർജി സ്റ്റോറേജ് ചെയ്യാം. അത് കാര്യം മനസ്സിലാക്കി എനിക്കറിയാം. ഇവിടെ നോക്കി ഈ കപ്പാസിറ്റി സംസാരിക്കാം. കപ്പാസിറ്റി ചാർജിനെ സ്റ്റോർ ചെയ്യാൻ ഒരു ചാർജിനെ കയറ്റില്ല. രണ്ടാമത്തത് ഇന്ധന ചാർജ് നമ്മളാണ്. നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വർക്ക് ചെയ്യേണ്ടത് അല്ലേ? വീണ്ടും മൂന്നാമത്തെ ചാർജ് കൂടി രണ്ടെണ്ണമായി രണ്ടെണ്ണം അപ്പൊ നമുക്ക് കൂടുതൽ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഈ വർക്കാണ് കപ്പാസിറ്ററിന്റെ എനർജി ആയിക്കോട്ടെ. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ചാർജിങ് ദ കപ്പാസിറ്റി. മനസ്സിലായോ? എനർജി സ്റ്റോറിന്റെ കപ്പാസിറ്റി പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ചാർജിങ് ദ കപ്പാസിറ്റി. കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന വർക്ക്. എന്തുകൊണ്ട് ചാർജ് ചെയ്യുന്നു എന്ന് നേരത്തെ പറയുന്നത്? എന്തുകൊണ്ട് ചാർജ് ചെയ്യാൻ വർക്ക് വേണ്ടി വരുന്നു എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പോസിറ്റീവ് ചാർജിനെ അങ്ങോട്ട് ഒന്ന് വെച്ചു കപ്പാസിറ്റി, രണ്ടാമത്തെ പോസിറ്റീവ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ചാർജിന് വെക്കാനും പറയും. ഇതാ നമുക്ക് പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ചാണ്. പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു എന്താണ്? വർക്ക് ബൈ ചാർജ്. അപ്പൊ വർക്ക് എന്ത് വരിക? സ്മോൾ വർക്ക് ആണെങ്കിലോ സ്മോൾ വർക്ക് ആണെങ്കിലോ അതെന്താകും? അത് ചാർജിനെ വെക്കുന്നു, അല്പാൽപ്പം ചാർജിനെ നിറയ്ക്കുന്നു. അതുകൊണ്ട് ചാർജിനാണ് ഞാൻ ചെയ്യേണ്ടത്. മനസ്സിലായോ? എന്താ ക്യൂബിന് ഡി കൊടുത്തത്? ചാർജ് 1/1 ആയിട്ടാണ് നമ്മൾ നിറയ്ക്കുന്നത്. അപ്പൊ ചാർജിനാണ് ഡിഫറൻസ് സ്മോൾ ആയിട്ട്. എങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ ചാർജിംഗ് ദ കപ്പാസിറ്റർ. Charging the capacitor from charging capacitor zero നിറഞ്ഞു കഴിയുമ്പോ മാക്സിമം ആണ്. മാക്സിമം ചാർജിൽ അപ്പൊ DW മാറ്റി ഞാൻ ടോട്ടൽ വർക്കിലേക്ക് മാറി. എന്ത് ചെയ്യണോ ചെറുപ്പം പഠിച്ചാണ് പറയൂ. സീറോ മുതൽ ചെയ്യണം. ക്യൂ വരുന്ന ടേമിന് ഇല്ലല്ലോ സാറേ. ഇവിടെ വി അല്ലേ ഉള്ളൂ, വി അല്ല, ക്യൂ ഉണ്ട്. അതിന് ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ, ഒന്ന് സൂക്ഷിച്ചിട്ട് നോക്കാൻ. അവിടെ ക്യൂ ഉണ്ടെന്ന് പിടുക്കി പിടിപിടുക്കി. W is equal to integral 0 to Q. B is equal to alpha Q by C. ഇപ്പം Q വന്നല്ല. ഞാൻ എന്ത് ചെയ്യണം? ഞാനത് ഇന്റഗ്രേഷൻ നടത്തും. ക്ലിയർ? ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ ഒരു 20 മിനിറ്റ് എടുത്ത് ഞാൻ ഇന്റഗ്രേഷൻ പറഞ്ഞു. അന്ന് ഉള്ളവർ കൈ വെക്കും. ഇങ്ങനെയല്ല, ചത്ത കൈയല്ല. ശരി, താഴ്ത്തി വരൂ. ഇല്ലാത്തവർ കൈ വെക്കും. ഈ രണ്ട് കുട്ടികളെ, മോളെ പേരെന്താണ്? അച്ഛനെ കൈകാസുണ്ട്. ഒരു ചാപ്റ്റർ പോയി, അതിന്റെ മുമ്പത്തെ ക്ലാസ്സിലുണ്ടായിരുന്നു. 2 ചാപ്റ്റർ നോക്കിയാൽ കിട്ടിയോ? ഇന്ന് വന്നതിന്റെ കാര്യം 13 ദിവസം കൊണ്ട് പ്ലസ് ടു കാരെ നിങ്ങളുടെ 13 ചാപ്റ്ററും ചേർത്ത് ചെയ്യാം. സാറ് 13 ദിവസം കഴിയുമ്പോൾ
നിങ്ങളുടെ ഒരു ഓപ്ഷൻ. പിന്നെയുള്ള ജോലി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു എന്താണ് ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും കൊണ്ടുവരണം. ബാക്കിലുള്ള മുഴുവൻ എക്സസൈസ് ചെയ്ത് അസൈൻമെന്റ് വെക്കണം. എന്നിട്ട് സാറ് നിങ്ങൾക്ക് വേണ്ടി നീറ്റ് ജെഇ ബോർഡ് എക്സാമിനേഷൻ ചെയ്യാൻ ജോലികളുണ്ട്. ഞാൻ ഈ ആഴ്ച പോയിട്ട് അടുത്ത ആഴ്ച 10,000 ആഴ്ച കഴിഞ്ഞ ഒരാഴ്ച നോട്ട് ആ ഓൺലൈൻ മൊബൈലൊക്കെ ഉണ്ടല്ലോ. നോട്ട് ഇപ്പൊ വരും കേട്ടോ. ഞാൻ സാറിനെ വിളിക്കുന്നു. നോട്ട് ഇപ്പൊ ഇട്ട് തരും. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം കേട്ടോ. സാറിന്റെ കൈയ്യച്ച് നോക്കാം. സാറ് ഫോൺ എടുത്തില്ല. സാറ് യാത്രയിലാണ്. നമ്മുടെ ഡയറക്ടറുണ്ട്. ഞാൻ ഇത്ര സമയത്ത് ഡയറക്ടറെ വിളിച്ച് നിങ്ങൾക്ക് ആ നോട്ട് ഇത് തരാൻ ഞാൻ മനസ്സിലാക്കാം കേട്ടോ. ശരി, ഇവിടെ നോക്കിട്ടോ. ഹലോ, ഇവിടെ നോക്ക്. അപ്പൊ ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് അറിയാം. ആരെ ഇന്റഗ്രേറ്റ് ചെയ്യണം? യു വരുന്ന ടൈമിന്. അപ്പൊ ഈ സ്പീഡ് ആവശ്യമില്ലല്ലേ? അതിന് പുറത്തെടുക്കാം. ഇല്ലാതെ നോക്കട്ടെ. ആ കാണാം. അപ്പൊ W 1/c cos of integral 0 into rho into d. ഓൺലൈനിൽ കാണാമെങ്കിൽ ഈ കൂടെ എഴുതിയെന്ന് വന്നാൽ മതി. അപ്പൊ ഇന്റഗ്രേഷൻ ചെയ്യണം. എന്താണ് ഇന്റഗ്രേഷൻ? പവർ ഒന്ന് ഡിവൈഡഡ് ബൈ പവർ. യുവിന്റെ പവർ മെത്തേഡ് ഇവിടെ ഒന്ന് കൂട്ടണേ. കൂട്ടി കിട്ടിയ പവർ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് റേസിലേക്ക് മാറ്റണം. ആ ഇൻസ്പിറേഷൻ ഇല്ലാത്ത മോളെ പേരെന്തോ? അർച്ചനെ ഞാൻ. നിന്റെ പേരെന്തോ? സയാന ഇന്ന് ഒരു മണി തൊട്ട് 1:30 മണി വരെയുള്ള ഗ്യാപ്പ് സമയത്ത് അർച്ചനയ്ക്ക് ഇന്റഗ്രേഷന്റെ ബാക്കിൽ മിസ്റ്റർ ദിഗാലിനെ ഞാൻ ബുദ്ധിമാന്റെ പേര് അഭിജിത്തിന് ഏൽപ്പിക്കുകയാണ്. ഉച്ചയ്ക്ക് ദിഗാലിനെ അഭിജിത്ത് ഇന്റഗ്രേഷൻ പറഞ്ഞു വെക്കാം. ബാക്കിലുണ്ടല്ലോ. ഇനി ഇവര് പറഞ്ഞത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളൊന്നും പറയണം. ഞാൻ കൂട്ടിക്കും. മനസ്സിലാക്കാം. ഇന്ന് പോകുന്നതിനിടയിൽ രണ്ടുപേരും ഇന്റഗ്രേഷൻ പഠിച്ചു. അപ്പൊ ഇവര് പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ വൈകുന്നേരം ആഫ്റ്റർ 4:30 ദോശ ആരാണ് ഒന്ന് വാങ്ങിച്ചു തരുന്നത്. തട്ടുദോശയൊക്കെ ആരൊക്കെയോ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ആ അപ്പോൾ നമുക്ക് മനസ്സിലാക്കി കൊണ്ടോളാം കേട്ടോ. ഇവിടെ അപ്പർ ലിമിറ്റ് ഏതൊക്കെ? അപ്പർ ലിമിറ്റ് ഇവിടെ പറയണേ ഏതെങ്കിലും ഇംഗ്ലീഷ് അപ്പർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 0/2 W is equal to 1/c into u² by 2.
നമുക്കൊരു കാര്യം ചെയ്യാതെ യു സ്ക്വയർ ബൈ ഈ വർക്ക് കണ്ടാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നു പറ. ഈ വർക്ക് കണ്ടാണ് എന്തായിരിക്കുന്നത് പറ. എനർജി അത് എനർജി ആയിത്തീരുന്നു. ഇ എന്നോ ഇപ്പോഴോ കൊടുക്കാം. യു ഇപ്പോഴും അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം, സാറേ ഈ ക്യൂവിനെ സാർ ഒന്ന് മാറ്റിയാണ്. ക്യൂ ഇസ് ഈക്വൽ ടു എന്താണ് സാർ? ക്യൂ സ്ക്വയർ ആകും എന്താണ് സാർ? ഡിവൈഡ് ബൈ ആർ സാർ. സി സ്ക്വയർ എന്ത് ചെയ്യും സാർ? സി ഡി സ്ക്വയർ ബൈ 2 അല്ലെങ്കിൽ ആ അപ്പോഴാണ് പറയുന്നത് സാർ ക്യൂവിനെ മാറ്റിയത്. ക്യൂവിനെ സാർ മാറ്റല്ലേ, സിയെ ഒന്ന് മാറ്റിയാണ് സാർ. സി എങ്ങനെ മാറ്റാം? സി ക്യൂ ബൈ പി. ഈ ക്യൂ സ്ക്വയർ ക്യാൻസൽ. അപ്പോൾ ക്യൂബി ബൈ എനർജി കാണുന്ന ഇക്വേഷൻ യു സ്ക്വയർ ബൈ അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്യൂബി ബൈ ഏത് എവിടെ എടുക്കണം? ചാർജ് വോൾട്ടേജ് തന്നു ഏതെടുക്കും? ചാർജ് വോൾട്ടേജ് തന്നു ഏതെടുക്കും? ക്യൂബി ബൈ കപ്പാസിറ്റൻസ് വോൾട്ടേജ് തന്നു ഏതെടുക്കും? ഹാഫ് സി വി സ്ക്വയർ. പറയണത് ഞാൻ പറയും പോലെ പഠിക്കണം കേട്ടാ. സി വി സ്ക്വയർ ബൈ 2 മോശമാണ്. ഹാഫ് സി വി സ്ക്വയർ. ചാർജ് കപ്പാസിറ്റൻസ് തന്നു യു സ്ക്വയർ ബൈ 2. ഉറപ്പാണ്.
അപ്പൊ നിങ്ങൾക്ക് ഇക്വേഷൻ കാണുമ്പോൾ നല്ല എളുപ്പമുണ്ട് പെട്ടെന്ന് ഇഷ്ടമാണ്. എന്നാൽ ഇതിനകത്ത് ഈ ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ക്വസ്റ്റ്യൻ ഞാൻ തരാം. ഇതൊക്കെ നല്ല ഇക്വേഷൻ ഇതിലോട്ട് പറഞ്ഞതിന് ഒത്തിരി ജോലി അപ്പൊ ഈ തിയറി ഒക്കെ മനസ്സിലാവും. ഈ തിയറി അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് എഴുതും പറയട്ടെ പറയട്ടോ. ये कैपेसिटर with a plate area with a plate area 2 millimeter square better 2 centimeter square 2 centimeter square comma plates are separated with a distance plates are separated with a distance 5 millimeter 5 millimeter. The capacitor is connected to a source of 10 volt. Calculate energy of capacitor. Calculate energy of capacitor. अगर एक क्वेश्चन हमारे को भी है इक्वेशन तो साथ में कर लिया ना उसके बाद इसको के लिए इक्वेशन को साथ में कर लिया बड़े ये हमने वोल्टेज अब V വരണ ഇക്വേഷൻ എടുക്കാം V വരണ ഇക്വേഷൻ ഇതിൽ ഏത് എടുക്കണം മിസ്റ്റർ പറയൂ യെസ് പറയൂ പറയൂ എന്തായിരുന്നു ഇത് പറയണേ ആ സീരീസ് ലെവൽ എത്തണം സാറേ അതിനായില്ല ഉണ്ടേ സി ഉണ്ടേ സി വാട്ടർപ്ലേറ്റ് കപ്പാസിറ്ററിന്റെ സ്പെസിഫിക്കേഷൻ എല്ലാം തന്നേക്കണം പ്ലേറ്റുകളുടെ ഏരിയ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസിന്റെ ഇടയിൽ ഇല്ല എത്ര വാല്യൂകളാണ് 8.8 minus 7 area centimeter square centimeter 10 by minus 2 centimeter 10 by 2 centimeter square minus 4 distance അങ്ങനെ നിങ്ങൾ ആദ്യം കാണണം സി കണ്ടിട്ട് ആ വാല്യൂ കൊണ്ടുപോകാൻ നിങ്ങളെ പുറത്ത് നല്ല ക്വസ്റ്റ്യനായ ശരി ശരി അങ്ങനെയാണ് അത് നല്ല ക്വസ്റ്റ്യനായി നമ്മൾ മാറ്റിയത്. ഞാൻ ക്വസ്റ്റ്യനെ കൂടെ ഒന്ന് നോക്കി ചെയ്തോളാം.
വേഗമാവട്ടെ. അപ്പൊ ഏരിയ കൊടുക്കാം 2 into 10 power minus 4. ഡിസ്റ്റൻസ് കൊടുക്കാം 5 into 10 raised to minus 3. 8.85 into 2 എത്ര കിട്ടും? 17.7. 8.82 70 into 10 raised to മേലിൽ എത്ര? -16. താഴെ 5 into 10 raised to minus 3.54 into 10 power -13 കപ്പാസിറ്റൻസ് ആണ്. ഇവിടെ കൊടുത്ത ഹാഫ് ഇൻറ്റു സീറോ വാല്യൂ സി സ്ക്വയർ കൊടുത്ത് ചെയ്യണം. സി സ്ക്വയർ കൊടുത്തു അത്രയും ജൂൾ എഴുതണേ. എനർജിയാണ്, എനർജി ജൂളാണ്. നിങ്ങളുടെ സിലബസില് ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കണം. പക്ഷേ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന ഒരു നീറ്റ് ജെഇ ഒക്കെ എഴുതാനുള്ള കുട്ടികളാകുമ്പോൾ അതിന്റെ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ പഠിപ്പിച്ചു തന്നത് കേട്ടോ. ഇനി കോമൺ പൊട്ടൻഷ്യൽ അടുത്ത കെട്ടിക്കൊടുത്തോളൂ. കോമൺ പൊട്ടൻഷ്യൽ വേറെ ഉണ്ട്. 1.7 7 into minus 1.77 minus അല്ലേ?
-7 ഇവിടെ എല്ലാം കൊണ്ട് ചെയ്യിക്കും. 17.7 into 3.54 into ratio -13 into plus അല്ലേ 10 square അല്ലേ 10 square അല്ലേ 10 square ആയിട്ട് എഴുതി 3.54 രണ്ടോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.7 into 10 ratio -13 plus 2 10 square 100 എന്ന് എഴുതണ്ട 10 square എന്ന് എഴുതുന്നതാണ് അപ്പോൾ മൈനസ് 15. അടുത്തത് കോമൺ പൊട്ടൻഷ്യൽ നെക്സ്റ്റ് ഹലോ ഓൺലൈൻ സ്റ്റുഡൻസ് കാര്യം ക്ലിയർ ആയ പറ കൈയോർത്ത് യെസ് ഒരാള് ബാക്കി വരട്ടെ കൈ ഉയർത്തടേ യെസ് 2 3 4 5 6 7 8 വരെ ഉള്ള എത്ര പേരുണ്ട് 9 10 11 വെരി ഗുഡ് ശരി മക്കളെ കോമൺ പൊട്ടൻഷ്യൽ നോക്കിയോ ഓൺലൈൻ ഇതൊരു ഇതൊരു സ്ഫിയറാണ് ഒരു മെറ്റൽ സ്ഫിയർ എന്നല്ല ഇതിനകത്ത് കുറെ ചാർജ് ഇതിനകത്ത് കുറച്ച് ചാർജുകൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ചാർജ് Q1 വന്നിരിക്കട്ടെ ചാർജ് പോകുമ്പോൾ പൊട്ടൻഷ്യൽ ഉണ്ടായപ്പോ ഇതുണ്ടായി കപ്പാസിറ്റി പക്ഷെ ഇത് ഭൂമിയിലോട്ട് ഇറങ്ങി പോകരുത് ഒരു തടി സ്റ്റാൻഡിന്റെ പുറത്ത് വെച്ചേക്കും തടി എന്ന് പറഞ്ഞാൽ ഇത് വേറൊരു സ്ഫിയർ മെറ്റൽ സ്ഫിയർ അത് ഇൻസുലേറ്റഡ് സ്റ്റാൻഡിൽ അതിന് കുറെ ചാർജ് ഇതിനുള്ള ഈക്വലൻസ് ആണ് എഴുതി അങ്ങോട്ട് ഇട്ടോ ഇത് രണ്ടും കൂടെ ഞാനൊരു മെറ്റൽ വയർ ഉപയോഗിച്ച് കാണാം മെറ്റൽ വയർ ഉപയോഗിച്ച് ഞാൻ ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ കൂടുതൽ ചാർജ് കുറച്ച് ചാർജുള്ള സ്ഥലത്തോട്ട് പോയി പൊട്ടൻഷ്യൽ സേഫ് ആവും ഇലക്ട്രിക്കൽ പ്രഷർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മനസ്സിലായി എനിക്കറിയാം എന്താണ് പൊട്ടൻഷ്യൽ സെയിം ആവണമെന്ന് പറഞ്ഞുതരാം പിള്ളേരൊന്നും വിചാരിക്കണം ഓ സാറേ ഇത് 8 ചാർജ് അങ്ങോട്ട് പോയി 2 സെയിം ചാർജ് ആയി ഈക്വൽ ചാർജ് ഇതൊരു വലിയ സ്ഫിയറാണ് 1 2 3 4 മനസ്സിലാക്കും ഇതൊരു ചെറിയ സ്ഫിയറാണ് ഇതിലെ 1 2 3 4 6 ഇത് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ സെയിം ആവുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പ്രഷർ സെയിം ആവുക എന്ന് പറഞ്ഞാൽ ഈ ചാർജുകൾ വലിയ ചാർജുകൾ റിപ്പൽ ഇത് കുറെ ചാർജുണ്ടോ ഇതിന്മേലാണ് ഒതുങ്ങിയിട്ട് ഈക്വ ഡിസ്റ്റൻസ് ചാർജ് ഈക്വ ഡിസ്റ്റൻസിൽ ആകുമ്പോൾ ഈ ചെറിയ സ്ഫിയറിൽ എവിടെ ഈക്വ ഡിസ്റ്റൻസ് ഈ ഗ്യാപ്പ് ഇങ്ങനെ ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഉള്ളതാണ് ഈ ഗ്യാപ്പ്മാർ തമ്മിലുള്ള ഇലക്ട്രിക്കൽ പ്രഷർ സെയിം ആ ഇലക്ട്രിക്കൽ പ്രഷറിനെയാണ് പൊട്ടൻഷ്യൽ എന്ന് യോഗന്മാർ തമ്മിലുള്ള സെയിം ഇൻഫോർമേഷൻ ഇവിടെ വരണമെങ്കിൽ ഇതേ ഗ്യാപ്പിൽ ഈ പൊട്ടൻഷ്യൽ വിളിക്കുന്ന പേരാണ് എന്ത് പൊട്ടൻഷ്യൽ പല കൊച്ചുകളെ രണ്ടിനും കൂടെ ചേർന്ന് കോമൺ പൊട്ടൻഷ്യൽ മക്കളെ കോമൺ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്
common potential കാണാൻ E is equal to Q by CR. രണ്ടും കൂടെ ചേർത്തുകൊണ്ട് ടോട്ടൽ Q പറഞ്ഞാലാ പറ P is equal to Q by C. C എടുക്കണം total capacitance common potential E കാണാൻ total charge ഇതിന്റെ ചാർജ് എത്ര ഇതിന്റെ ചാർജ് എത്ര Q1 plus Q2 by total capacitance പറയടാ V1 plus V2 ചാർജ് capacitance V1 plus V2 ചാർജ് നമുക്കൊരു കാര്യം ചെയ്യാം Q is equal to CV അല്ലേ Q1 is equal to C1 V1 plus C2 V2 divided by C1 plus C2 രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്യാം എവിടെ യൂസ് ചെയ്യാം തന്നിരിക്കുന്ന ചോദ്യത്തിന് അനുയോജ്യമായ രണ്ട് ഇക്വേഷൻ ഹലോ എഴുതിക്കോ ഓൺലൈൻകാരൻ കോമൺ പൊട്ടൻഷ്യൽ മനസ്സിലായോ ഒരു കൈ തരൂ കൈ തരാൻ ഇത്രയും പാടാം യെസ് 1 2 3 4 ചില പറയാൻ അങ്ങോട്ടെ കൈ തന്നിട്ട് നോട്ട് എഴുതി പിള്ളേരെ അങ്ങോട്ടെ വേഗം ഇതിന്റെ ഡീറ്റെയിലായിട്ട് കൺസിഡർ നിങ്ങളുടെ കഥയും പൊടിപ്പും തോന്നലും ഉണ്ടല്ലോ അതൊക്കെ ഞാൻ എന്റെ നോട്ടിൽ സെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വരും വൈകുന്നേരത്തിനാണ് നിങ്ങളെ ഇട്ട് തരാം ഞാൻ സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ട് എഴുതി എടുക്കാനേക്കാളും ആ നോട്ട് കോപ്പി എടുക്കാനേക്കാളും ഫോട്ടോ വീഡിയോ പ്രിന്ററുകൾ ഉപയോഗിക്കും പ്രിന്റർ OLX-ലൊക്കെ സെക്കൻഡ് അല്ല ഫ്ലിപ്കാർട്ടിൽ 8,000 എംസണിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റർ 8,000 രൂപ ഞാൻ വാങ്ങിയോ 13 രൂപ ആ 13 രൂപ സാധനം ഇപ്പൊ 8,000 രൂപ ഞാൻ അതിലൊരു 1 ലക്ഷം കോപ്പി എടുത്തിട്ടുണ്ട് 1 ലക്ഷം കോപ്പി എടുത്തു വാങ്ങിച്ച കോഴ്സ് ശരി നമ്മുടെ ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ ഒരു ടോപ്പിക് തിയറി ടോപ്പിക്കാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത ടോപ്പിക് ഡൈഇലക്ട്രിക്സ് എഴുതിക്കണം ഡൈഇലക്ട്രിക് എനിക്ക് തിയറി എന്ന് പറഞ്ഞ ഇഷ്ടമാണ് ഡൈഇലക്ട്രിക്സ് വായിക്കട്ടാ ഓൺലൈൻ സ്റ്റുഡൻസ് വായിക്കട്ടാ ഓക്കെ താങ്ക് യു ശരി അല്ലേ ഇതല്ല നീ ബോർഡിലോട്ട് നോക്കിയതാ തിയറി വരെയുള്ള നോട്ടിലെല്ലാം വന്നിട്ടുണ്ട് തിയറി ഒന്നും കേട്ടോണ്ടിരുന്ന ഈ രണ്ട് കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകളെ തമ്മിൽ ജോയിൻ ആകാതിരിക്കാൻ വേണ്ടി ഇതിന്റെ ഇടയിലായിട്ട് നമ്മൾ ചില സാധനങ്ങൾ വെക്കും ഈ വെക്കേണ്ട സാധനത്തെ വിളിക്കുന്ന പേരാണ് സാധനമൊന്നും വെച്ചില്ലെങ്കിൽ ആര് എഴുതിയിരിക്കും അതിനനുസരിച്ചാണ് ആ കപ്പാസിറ്ററിന്റെ പേര് അപ്പൊ ഈ കപ്പാസിറ്ററിന്റെ പേര് ആണ് ഈ കപ്പാസിറ്ററിന്റെ പേരെന്താണ് എയർ കപ്പാസിറ്റർ
എന്നാൽ ഇതിനകത്ത് ഒരു പേപ്പർ ഒന്നിച്ചിരിക്കുകയും ചെയ്യാം. പോസിറ്റീവ് പ്ലേറ്റ് ആണ്. ഇവിടെ ആരായിരിക്കും കയറുന്നത്? എന്തുകൊണ്ട്? അത് എത്ര പേർക്കാണല്ലേ? എത്ര നെഗറ്റീവ് അനുസരിച്ച് നമ്പറാണ്. ടീമുമാർക്കാണല്ലേ ജോയിൻ ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് ഇരിക്കുന്ന സംതിങ്ങിനെ പേരാണ് പറ. ഇതിന്റെ പ്രത്യേകത ചാർജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടും. അപ്പൊ നിങ്ങൾ പറയും ഇൻസുലേറ്റർ അങ്ങനെയാണ് ചാർജിനെ കടത്തി വിടുമല്ലോ. എന്നാ സാറിന് ഇതിന് ഇൻസുലേറ്റർ എന്ന പേരിട്ടൂടെ എഴുതാം. എന്തിന് ഡൈഇലക്ട്രിക്സ് എന്നിട്ടൊന്നും? എടേ, ഇത് ചാർജിനെ കടത്തി വിടുന്നില്ല. പക്ഷെ ചാർജുകൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് നമുക്ക് കാണാൻ കഴിയാത്ത പല രേഖകളുണ്ട്. അതിനുള്ള പേരാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലേ? ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ അലോ ചെയ്യുകയും എന്നാൽ ചാർജുകളുടെ മൂവ്മെന്റിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതാണ് അതാണ് ക്ലിയറായ കുട്ടികളെ? ഈ ഡൈഇലക്ട്രിക്സ് രണ്ട് ടൈപ്പ്: പോളാർ ഡൈഇലക്ട്രിക്സ്, നോൺ പോളാർ ഡൈഇലക്ട്രിക്സ്. നോൺ അല്ല ഞാൻ എഴുതുന്നത്, ടെൻഷൻ അടിക്കണ്ട. ഇങ്ങനെ ഷോർട്ടായിട്ട് എഴുതിയാൽ മതി. തിയറിയാണ്, അതുകൊണ്ട് വേറെ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ചുമ്മാ വെറുതെ മെസ്സിലൊക്കെ ഒന്ന് വായിച്ചിട്ട് കളഞ്ഞാൽ. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, പോളാർ. അത് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. രണ്ട് ടൈപ്പ് മോളിക്യൂളിനെ, പോളാർ മോളിക്യൂൾ എന്നും നോൺ പോളാർ. ആ മോളിക്യൂളുകൾ കൊണ്ട്, പോളാർ മോളിക്യൂളുകൾ കൊണ്ട് ഉണ്ടാക്കിയ ഡൈഇലക്ട്രിക്സ് ആണ് പോളാർ ഡൈഇലക്ട്രിക്. നോൺ പോളാർ മോളിക്യൂളുകൾ ഉണ്ടാക്കിയതാണ് നോൺ പോളാർ ഡൈഇലക്ട്രിക്. അപ്പൊ എന്താണ് സാർ ഈ നോൺ പോളാർ മോളിക്യൂളുകൾ? മക്കളെ, ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസ് എടുത്താൽ അതിലെ പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസിലൂടെ ഇരിക്കുന്ന പ്രോട്ടോൺ, ആ പോസിറ്റീവ് ചാർജ് ഒരു സെന്റർ, അത് മിക്കവാറും സെന്ററും പോസിറ്റീവ് ചാർജസ് അത് മിക്കവാറും ന്യൂക്ലിയസിന്റെ നടുക്കായി. സിമട്രി ഷേപ്പ് ഉള്ള മനസ്സിലായോ? ഇതിന്റെ നടുക്കാലുണ്ട് ഒരു പ്രോട്ടോൺ, ചുറ്റുപാടുകളൊക്കെ കാണുന്ന വളരെ ഈ രണ്ട് പ്രോട്ടോണുകളുടെ ഈ രണ്ട് പ്രോട്ടോണുകളുടെ സെന്റർ എന്ന് പറഞ്ഞാൽ മക്കളെ ഇവിടെ തന്നെയാണ് വന്നത്, ഇവിടെ തന്നെയാണ് വന്നത് അല്ലേ? രണ്ടെണ്ണത്തിന്റെ മിഡിലല്ലേ വന്നത് പ്രോട്ടോണുകളുടെ സെന്റർ. ഈ നെഗറ്റീവ് ചാർജിന്റെ സെന്റർ നോക്കൂ, സിമെട്രിക്കൽ ഷേപ്പ് ഉള്ളത് കൊണ്ട് ഈ നെഗറ്റീവ് ചാർജിന്റെ സെന്റർ വരുന്നത് ആവയുടെ സെന്റർ എവിടെ തന്നെ വരും? പോസിറ്റീവ് ചാർജിന്റെ സെന്റർ നെഗറ്റീവ് ചാർജിന്റെ സെന്ററും പോയിന്റ് സൈഡ് ചെയ്യും. പോയിന്റ് സൈഡ് ചെയ്യുമ്പോൾ അവയ്ക്ക് പൊളാരിറ്റി എന്നും അവ ക്യാൻസൽ ആയി പോകും. പോസിറ്റീവ് സെന്ററും നെഗറ്റീവ് സെന്ററും പോയിന്റ് സൈഡ് ചെയ്യണമെങ്കിൽ നല്ല ഒരേ ഷേപ്പ് ഉണ്ടാവണം. ഇതാണ് നോൺ പോളാർ മോളിക്യൂൾ. ഹൈഡ്രജൻ ഒരു നോൺ പോളാർ ആണ്, ഓക്സിജൻ ഒരു നോൺ പോളാർ ആണ്. ഓക്സിജൻ ഒക്കെ എന്താണ്? O2 ആണ്. എന്താ H2O നോൺ പോളാർ അല്ല. H2O വലിയ ഓക്സിജൻ രണ്ട് ഹൈഡ്രജൻ, ഇതാണ് H2O. അപ്പൊ ആ ഓക്സിജന്റെയും ഹൈഡ്രജന്റെയും പോസിറ്റീവിന്റെ സെന്റർ, അതിന്റെ നെഗറ്റീവിന്റെ സെന്റർ, അതിന്റെ നെഗറ്റീവിന്റെ സെന്റർ രണ്ട് സ്ഥലങ്ങളിലും അത് വേറെ കാരണങ്ങളും ഈ ന്യൂക്ലിയസിൽ ഇലക്ട്രോണുകൾ എങ്ങനെയാ പറഞ്ഞത്? എലിപ്റ്റിക്കൽ ഓർബിറ്റല്ലേ? പോകൂലേ? നീണ്ടൊന്നും പോകൂലേ? പോകുമ്പോൾ നെഗറ്റീവുകളുടെ സെന്റർ പോസിറ്റീവ് സെന്റർ മാറി വരും. അപ്പൊ പോയിന്റ് സൈഡ് ചെയ്യത്തില്ല. അവയെ വിളിക്കുന്ന പേരാണ് പോളാർ മോളിക്യൂൾ. പോളാർ മോളിക്യൂളുകൾ കൊണ്ടുണ്ടായ ഡൈഇലക്ട്രിക്സ് ആണ് പോളാർ ഡൈഇലക്ട്രിക്. എങ്ങനെയാ പൊളാരിറ്റി വരുന്നത്? ഇതുപോലെയുള്ള സിമെട്രിക്കൽ ഷേപ്പ് അല്ലാതെ അൺസിമെട്രിക്കൽ ഷേപ്പ് ആയിട്ടുള്ള H2O, NaCl അങ്ങനെയുള്ള അൺസിമെട്രിക്കൽ ഷേപ്പുകൾ ഉള്ളവയുടെ സെന്റർ ഓഫ് പോസിറ്റീവ് ചാർജും സെന്റർ ഓഫ് നെഗറ്റീവ് ചാർജും കോയിൻസൈഡ് ചെയ്യാതെ അത് പൊളാരിറ്റി ഉള്ളതായി മാറും. ഇതൊരു ഡൈപോൾ പോലെ, കാരണം എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്ര ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പൊ പ്രോട്ടോണുകളുടെ സെന്ററും ഇലക്ട്രോണുകളുടെ സെന്ററിനും ഒരേ ചാർജാണ്, രണ്ടിനും ഓപ്പോസിറ്റ് പൊളാരിറ്റിയാണ്.
അതുകൊണ്ട് ഡൈപോൾ മൊമെന്റ്സും ഒക്കെ അതിനുണ്ടാകും. മനസ്സിലായാലോ? ഈ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് വിത്ത് സ്മോൾ ഡിസ്റ്റൻസ് ആണ് ഇലക്ട്രിക് ഡൈപോൾ. ഫസ്റ്റ് ചാപ്റ്റർ. ഇതൊരു ഡൈപോൾ പോലെയാണ്. ഡൈപോളിന്റെ സ്ട്രെങ്ത് പറയുന്ന ഏതിലാണ്? ഡൈപോൾ മൊമെന്റിലാണ്. ഡൈപോൾ മൊമെന്റ് എന്താണ്? ഇനി വൺ ഓഫ് ദ ചാർജ് ഇവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡൈപോൾ. ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. ഡീറ്റെയിൽ ഒരുപാട് പഠിച്ചു. ഡൈപോളിന്റെ ടോർച്ച് പഠിച്ചു, ഡൈപോളിന്റെ ഇലക്ട്രിക് ഇന്റൻസിറ്റി പഠിച്ചു, എനർജി ഓഫ് എ ഡൈപോൾ. ഡൈപോൾ തന്നെ കുറെ നമ്മൾ അങ്ങ് പഠിച്ചു കഴിഞ്ഞു. അപ്പോ ഈ പോളാർ ഡൈഇലക്ട്രിക്സ് ഡൈപോൾ മൊമെന്റ്, നോൺ പോളാർ ഡൈഇലക്ട്രിക്സിന് ഡൈപോൾ മൊമെന്റ് ഇല്ല. കാരണം പോസിറ്റീവിൽ തന്നെ ആര് വന്ന് കോയിൻസൈഡ് ചെയ്യാണ്? കിടന്ന് കറങ്ങുന്ന ഇലക്ട്രോണുകളുടെ സെന്റർ. ഇവിടെ എന്താണ് സെന്റർ? നിങ്ങൾ സെന്റർ ഓഫ് മാസ് പഠിച്ചില്ലേ? പഠിച്ചില്ലേ? ഈ ഒരു സെന്റർ ഓഫ് മാസ് എവിടെ? ഇതുപോലെ ഈ കിടന്ന് കറങ്ങുന്ന ഇലക്ട്രോണുകളുടെ സെന്ററും ന്യൂക്ലിയസിൽ ഇരിക്കുന്ന പ്രോട്ടോണുകളുടെ സെന്ററും ഒരേ സ്ഥലത്ത് തന്നെ വന്നാൽ അത് നോൺ പോളാർ. ഡിഫറന്റ് സ്ഥലത്ത് വന്നാൽ അത് പോളാർ. ആ മോളിക്യൂളുകൾ കൊണ്ടുണ്ടാക്കിയ ഡൈഇലക്ട്രിക്സ് ആണ് പോളാർ ആൻഡ് നോൺ പോളാർ ഡൈഇലക്ട്രിക്സ്. അതിന്റെ എക്സാമ്പിളും എല്ലാം ഞാൻ നിങ്ങൾക്ക് നോട്ടിൽ തന്നു. നോട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ വരും. ക്ലിയർ ആയി? ഇതോടുകൂടി രണ്ടാമത്തെ യൂണിറ്റായ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്റർ ഇവിടെ ഫിനിഷ് ആവുക. ഇതോടെ എല്ലാം ശരി. താഴെ സമ്മറി താഴെ ഇപ്പൊ എഴുതിയത് താഴെ സമ്മറി ശരിയാണ്. ഒന്നാമത് നമ്മൾ പഠിച്ചത് എന്താണ്? ഇലക്ട്രിക് എവിടെ നിന്ന് കൊണ്ടുവരാൻ? ഇൻഫിനിറ്റിയിലെ ചാർജ് കൊണ്ടുവരാൻ. അതാണ് പൊട്ടൻഷ്യൽ W ബൈ. രണ്ടാമത് നമ്മൾ പഠിച്ചത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എവിടെ നിന്ന് എവിടെ കൊണ്ടുവരാൻ? ഒരു പോയിന്റ് നിന്ന് ബി എന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇനി ഒരു സിംഗിൾ ചാർജിൽ നിന്ന് 6 അകലത്തിലുള്ള സ്ഥലത്തെ പൊട്ടൻഷ്യൽ ഡെൻസിറ്റിയെ പോയിന്റ് ചാർജ്. അതായത് ഇവിടെ ഒരു ചാർജ് ഇരിക്കുന്നു. ഇനി 4 അകലത്തിൽ പൊട്ടൻഷ്യൽ പറമ്പ് 1/4πε0 into u by. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് പൊട്ടൻഷ്യൽ ചാർജ് ഷെൽ അല്ലേ? തന്നെ ചാർജ് ഷെല്ലിൽ നമ്മൾ എങ്ങനെയൊക്കെ പഠിച്ചു? ഷെല്ലിൽ ചാർജ് ഉണ്ട് സാർ. ഷെല്ലിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ് സാർ. അതിന്റെ ഔട്ട് സൈഡിലെ പൊട്ടൻഷ്യൽ മറമക്കളെ 1/4πε0 എന്തൊക്കെയോ capital Q, total charge, single charge, small Q by R. On the surface of the on the surface of the 1/4πε0 into capital Q by capital W. Inside of the plane, inside same as on the surface. Inside of on the surface. അതുകൊണ്ട് നമ്മൾ ഈ ഗ്രാഫ് ഒക്കെ വരച്ചില്ലേ? വരച്ചാലാണ് ആ ഗ്രാഫിന് ഇൻസൈഡിലും ഇത് മൈനസ് ഇൻസൈഡ് മുതൽ സർഫസ് വരെ അത് കഴിഞ്ഞിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആകും.
ഇംഗ്ലീഷ് ഡീകമ്പോസിഷൻ തന്നെ മക്കളെ. എടാ തന്നെടാ. എടാ പിന്നെ നമ്മൾ പോയത് 5 പൊട്ടൻഷ്യൽ ഇന്ത്യയെ ഡൈപോൾ അല്ലേ? പൊട്ടൻഷ്യൽ ഇൻടു ഡൈപോൾ. ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ ആ ഡൈപോൾ ഇരിക്കുന്ന സാർ ഈ ഡൈപോളിന്റെ സെന്റർ സാർ അവിടെ നിന്ന് പി എന്ന പോയിന്റ് ഉണ്ട് സാർ. മാക്സ് ആൻഡ് ആംഗിൾ ഈസ് ദ ഡിസ്റ്റൻസ് സാർ. ജനറൽ ഇക്വേഷൻ പറമക്കളെ പറയണം. 1/4π0 into d cos theta divided by അത് വെച്ച് ആക്സിലും അത് വെച്ച് ഇക്വിറ്റോറിയലും തീറ്റയുടെ വാല്യൂ മാറി മറിച്ചിട്ട് നമ്മൾ ചെയ്തു തന്നെ. അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് നിങ്ങളുടെ നോട്ട്ബുക്ക് ഉണ്ട്. നിങ്ങൾ ഞാൻ എഴുതുമ്പോൾ മാർക്ക് വെച്ചാൽ കൊള്ളാം, പറിച്ച് നോക്കിയിരുന്നാൽ കൊള്ളാം. അവിടെ നമ്മൾ E is equal to minus dV by dr. dV is equal to minus E into dr. അഥവാ V is equal to minus of integral into dr. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. അത് വെച്ചാണ് നമ്മൾ ഇന്റൻസിറ്റി ഇൻസൈഡ് 0 എന്ന് y എന്ന് പ്രൂവ് ചെയ്തു. പൊട്ടൻഷ്യൽ ഇൻസൈഡ് സെയിം ആണ് ഓൺ സർഫസ് എന്ന് പ്രൂവ് ചെയ്തു. ഓർമ്മയുണ്ടോ? 2 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പുറം ഇപ്പുറം ഓരോ പേജ് വിട്ടെടുത്ത് നമ്മൾ തിരിച്ചു വെച്ച് പ്രൂവ് ചെയ്തു. ശരി, അടുത്ത നമ്മൾ പഠിച്ചത് കണക്ഷൻസ് ഓഫ് കപ്പാസിറ്റർ. ഏതാ? കണക്ഷൻസ് ഓഫ് കപ്പാസിറ്റർ സീരീസ് ആൻഡ് പാർട്ട്. മക്കളെ അത് തന്നെ പഠിച്ചാ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. അയ്യോ വേറെ കുറെ കാര്യങ്ങൾ നിങ്ങൾ വിട്ടു. അടുത്ത പഠിച്ചത് കോമൺ പൊട്ടൻഷ്യൽ. അത് കഴിഞ്ഞ് പഠിച്ചതാണ് ഡൈഇലക്ട്രിക്. എന്താ ഇതിന് വിട്ടുപോയ ഉണ്ടല്ലോ തുടക്കത്തിൽ? എന്താണെന്ന് അറിയാമോ? എവിടെയാണ് വിട്ടുപോയെന്ന് അറിയാമോ? ഇവിടെയാണ് വിട്ടുപോയത്. ആറ് പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റി. Expression for parallel plate component. Expression for parallel plate component. Parallel plate component. ഏതാണെന്ന് അറിയാലോ? C is equal to epsilon 0 A by D ഉണ്ട്. തുല്യം വന്നാലോ epsilon 0 epsilon A by D ഉണ്ട്. എട്ട് കഴിഞ്ഞിട്ട് 9 കണക്ഷൻസ് ഓഫ് കപ്പാസിറ്റർ, 10 എനർജി, 11 കോമൺ പൊട്ടൻഷ്യൽ, 12 ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ഒരാൾക്ക് ഒരാള് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഈ സാധനങ്ങളിൽ അല്ലാതെ വല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും നോക്കൂ. ഒരാൾ രണ്ടാമത്തെ ചാപ്റ്റർ എടുത്ത് ഒന്ന് ഞാൻ 7 മാർക്സ് നോക്കും കേട്ടോ. ചാപ്റ്റർ എടുത്ത് നോക്കും. ചാപ്റ്ററിന്റെ തുടക്കം മുതൽ അവസാനം. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം. എന്റെ പിള്ളേരെ പോലെ
തിരുവനന്തപുരത്തേക്ക് പഠിക്കാം. 10 പിള്ളേർ പ്ലസ് വണ്ണിൽ കുറെ പിള്ളേർ വന്നിട്ട് പ്ലസ് വണ്ണില് ഒരുപാടൊന്നും വരിക ഇവര് പ്ലസ് വണ്ണിലേക്ക് പ്ലസ് വണ്ണിലേക്ക് പിള്ളേർ ഫിസിക്സ് കൈവഴി ആടി പരീക്ഷയ്ക്ക് പോയി അപ്പൊ ഈ പിള്ളേർക്ക് തോന്നാൻ ഫിസിക്സ് ഇത്രയേ ഉള്ളൂ. അയ്യോ ഇത്രയേ ഉള്ളൂ, അയ്യോ ഇത്ര ഇത് ഇങ്ങനെ ഉടനെ അവരെന്തി വലിയ കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന എല്ലാവരും ആദ്യം പറയുന്ന പോയി അവർ സെക്കൻഡ് ഇതിനാണ് മൊത്തം കയ്യിൽ പോയി കയ്യിൽ അമ്മാനമായി എടോ ഈ NCERT ടെക്സ്റ്റ് ബുക്ക് കേരളത്തിൽ അതുകൊണ്ടാണ് പിള്ളേർക്ക് പരിശീലിക്കുന്നത്. നമ്മുടെ മുഴുവൻ പോയിന്റ് ഞാൻ ഒരു പോയിന്റ് പോലും NCERT വിട്ടിട്ടില്ല. ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്, എല്ലാവരുടെ കയ്യിലും പുസ്തകം കിട്ടുന്നതിന് ശേഷം ഈ NCERT ബാക്കിൽ എക്സസൈസ് മക്കളെ 19 ക്വസ്റ്റ്യനാണ് നോക്ക് എക്സസൈസ്. എത്രടാ? 2.11 വരെയുള്ള അഡിക്ഷൻ അടക്കം 2. ഇതിന്റെ പഴയ അതെ സിലബസ് ആയിക്കോട്ടെ. ഇതിന്റെ മുതലാണ് 2. പക്ഷേ ഇതിന്റെ മുക്കാൽ ഭാഗമുള്ളൂ. പഴയ ടെക്സ്റ്റ് ബുക്ക് വെച്ചേ ഇത് വെച്ച് പഠിക്കരുത്. ഇത് 30% ടോപ്പിക് രീതികളാണ്. അതുമല്ലെങ്കിൽ നിങ്ങളെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാം. പറഞ്ഞ പ്ലേ സ്റ്റോറിൽ കയറണം. പ്ലേ സ്റ്റോറിൽ കയറി NCERT എന്ന് പറയുന്നത് നിങ്ങളത് തിരിച്ചറിയാൻ മൂന്നാമത്തെ ചാപ്റ്ററിലെ 7 ക്വസ്റ്റ്യൻ അതാണ്. മൂന്നാമത്തെ ചാപ്റ്ററിലെ 7 ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് എക്സസൈസുള്ളൂ. ഇതിലാണ് 23 ക്വസ്റ്റ്യൻ ആണോ മൂന്നാമത്തെ ചാപ്റ്റർ എക്സസൈസ് 23. ഇപ്പോഴത്തെ 7 ക്വസ്റ്റ്യൻ പൊട്ടൻഷ്യൽ മീറ്റർ എല്ലാം രീതിയിലാണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കപ്പാസിറ്റി ഡെഫിനേഷൻ ഇല്ല. കാരണം അപ്ലിക്കേഷൻ മാത്രമേ അപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആരും പറയാം. നിങ്ങൾ ഇന്ന് 1-2 ചാപ്റ്റർ പുതിയ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് മുമ്പിലിട്ട് തരാം കേട്ടോ. ഞാൻ നിങ്ങൾ ഇതിന്റെ പോയി ചുമ്മാ നോക്കി കളിച്ചാൽ ഈ പ്ലേ സ്റ്റോറിൽ കയറി പ്ലേ സ്റ്റോറിൽ NCERT സൊല്യൂഷൻ അടിക്കുമ്പോൾ നോക്കിക്കോണം. ഡാർക്ക് പോയാ ആ ഓൺലൈൻകാർ നോക്കിക്കോ. ഈ ഡാർക്ക് റെഡ് NCERT ബുക്സ് ആൻഡ് സൊല്യൂഷൻ പ്ലേ സ്റ്റോറിൽ കയറണം. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് ഇത് ഡാർക്ക് റെഡ് കണ്ട ഈ ഐക്കണുള്ള അതിനകത്ത് പെയിൽ റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, പലതും ഉണ്ട്. ഡാർക്ക് റെഡ് ഉള്ള NCERT ബുക്സ് ആൻഡ് സൊല്യൂഷൻ ഇതാണ്.
എടുത്തിട്ട് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് തുറക്കുമ്പോൾ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക്, നോട്ട്, പ്രോബ്ലം സോൾവിങ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ, അങ്ങനെ കുറെ ഓപ്ഷൻ കാണും. അതിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? NCERT ബുക്സ്. ഏത് ക്ലാസ്സിലെ ബുക്ക് എന്ന് ചോദിക്കും. ക്ലാസ് 12ലെ ബുക്ക്. 12ലെ ബുക്കൊക്കെ ചോദിക്കുമ്പോൾ 1-2 പരസ്യമൊക്കെ വരും. കാരണം അവന്മാര് ഓസിന് തരൂല, പരസ്യം കാണണം. നമ്മൾ ക്ലോസ് ചെയ്ത് കളയണം. ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഫിസിക്സ് സബ്ജക്ട് എടുക്കണം. ഫിസിക്സ് എടുത്തിട്ട് വോളിയം 1 ഉം 2 ഉണ്ട്. നമ്മളെ വോളിയം 1ലാണ് ഈ പാഠം. ഈ പാഠത്തിന്റെ പേരാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. അപ്പോഴും അവന്മാര് പരസ്യം ഇടും, നമ്മളത് കാണാൻ വേണ്ടി. നമ്മൾ കാണുന്നില്ല, അതാണ്ട് ക്ലോസ് ഒക്കെ കാണും. ക്ലോസ് താഴ്ത്തി കളയണം. കളഞ്ഞിട്ട് നമ്മൾ ഡൗൺലോഡായി. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ പുസ്തകം തെളിഞ്ഞു വരും. പുസ്തകത്തിലെ 2ാമത്തെ ചാപ്റ്റർ തെളിഞ്ഞു വരും. തെളിഞ്ഞു വരാൻ സമയമെടുക്കുകയാണല്ലോ. തെളിഞ്ഞു വന്നു. ഇതാണ് രണ്ടാമത്തെ ചാപ്റ്റർ. അവസാനം നിങ്ങൾ എക്സർസൈസ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ ആ എക്സർസൈസിലായിട്ട് എക്സർസൈസ് പാടേ. എക്സർസൈസ് വരട്ടെ, അവന്റെ പരസ്യം. ആ 2ാമത്തെ ചാപ്റ്ററില് ഞാൻ ഇന്നിട്ട് തരാം മക്കളെ. 11 ചോദ്യങ്ങളാണ് ഉള്ളത്. 2.11 11 ചോദ്യങ്ങളാണ് ഉള്ളത് കേട്ടോ. അതിൽ എത്ര ചോദ്യമുണ്ട്? പഴയ പുസ്തകം, ഓൾഡ് പുസ്തകം എത്രയുണ്ട്? 23 ക്വസ്റ്റ്യൻ. 11 ചോദ്യങ്ങളെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇന്നിട്ട് തരാം. എന്റെ കോപ്പി ഞാൻ സാറിന് കൊടുക്കാം. സാറിന് ഇപ്പൊ 1ാമത്തെ ചാപ്റ്റർ പിള്ളേരെ 1ാമത്തെ ചാപ്റ്റർ നിങ്ങൾ എന്തായാലും സ്കൂള് തുറക്കുന്നതിന് മുന്നേ, സ്കൂള് തുറക്കുമ്പോഴേ പുതിയ പുസ്തകം വേണം. എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പഴയ പുസ്തകം ചാപ്റ്റർ 1. ചാപ്റ്റർ 1 ശരി. 1, 2 ചാപ്റ്റർ ഇന്ന് സെൻഡ് ചെയ്യുന്നൊക്കെ. ഇനി എല്ലാവരും ബോർഡുകൾ എഴുതിക്കോ. ഞാൻ ചാപ്റ്റർ സെൻഡ് ചെയ്ത് വേണം ബോർഡുകൾ എഴുതി. എഴുതിയെടുക്കാം. സമ്മറി എഴുതിയെടുക്കാം. സമ്മറി എഴുതിയെടുക്കാം.
ഇതിലൊരു ചെറിയൊരു ടോപ്പിക് പോയിട്ടു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ്. അത് ചെറിയൊരു സെന്റൻസ്, ചെറിയൊരു അതിനത്ര എഴുതിയിടാം. എഴുതിയെടുത്തിട്ട് 13ാം വരെ ചെയ്യണം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ്. 13 electric potential energy of system of two charges. അതിന്റെ നേരെ ഹൈഫൺ പെൻഡിങ് എന്നതാണ്. പെൻഡിങ് അതുകൊണ്ട് പെൻഡിങ് നമ്മൾ പിന്നീട് എടുക്കും. നമ്മൾ പെൻഡിങ് നമ്മൾ പിന്നീട് എടുക്കും. ചിലപ്പോ എത്രയെങ്കിലും ഒരു കുറവായിരുന്നു. ഇനി ഒരു ചാപ്റ്റർ എത്ര പേപ്പർ വരും? ഒരു പേപ്പർ അല്ലെങ്കിൽ 2 പേജ്. ഒരു പേപ്പർ അല്ലെങ്കിൽ 2 പേജ്. ഒരു പേപ്പർ അല്ലെങ്കിൽ 2 പേജ്. 2 പേജ് കിട്ടാ വീട്ടിലെഴുതോ. ചാപ്റ്റർ 3 ഇന്നത്തെ പരിപാടിയാണ്. ചാപ്റ്റർ 3 കറണ്ട് ഇലക്ട്രിസിറ്റി. കറണ്ട് അപ്പോ സാറിന്റെ 3ാമത്തെ ദിവസം, നിങ്ങളുടെ 3ാമത്തെ ദിവസം, നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്യും. 6 മണിക്കൂർ വേണ്ട ഈ ചാപ്റ്റർ. നിങ്ങൾ സഹകരിച്ചാൽ. നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ ഇതിന് കഴിഞ്ഞ ദിവസത്തെ പോലെ അല്പം പെൻഡിങ് ആയി. പക്ഷെ 4ാമത്തെ ചാപ്റ്റർ ഒറ്റ ദിവസം കൊണ്ട് തീരില്ല. 1.5 ദിവസം. 4ാമത്തെ സ്കൂള് തുറക്കുന്നതിന് മുമ്പ് 3 ചാപ്റ്റർ എന്തായിരുന്നു? 4ാമത്തെ ചാപ്റ്റർ പറഞ്ഞായിരുന്നു. എന്ന് പറഞ്ഞാൽ ഫിസിക്സിന്റെ 3 ദിവസം തീർന്നു. നമുക്ക് ഇതിൽ ചെയ്യേണ്ട പ്രോസസ്സുകൾ ഇതാണ്. നമ്മൾ ഈ പഠിച്ച ചാപ്റ്ററുകളുടെ എല്ലാം എക്സർസൈസ് ഒബ്ജക്റ്റീവ് അത് 3ാമത്തെ ചാപ്റ്റർ തീർന്നതിന് ശേഷം 1ാമത്തെ ചാപ്റ്റർ നോക്കാം. നിങ്ങൾ സ്കൂളിൽ എല്ലാ കുട്ടികളും കാണും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതെ വെച്ചത്. 1ാമത്തെ ചാപ്റ്റർ മുതൽ എല്ലാ കുട്ടികളെ എഴുതി NCERT എക്സർസൈസ് പൂർത്തി. ആ എക്സർസൈസ് ചെയ്താൽ മാത്രമേ ബോർഡ് എക്സാമിനേഷൻ പ്രോബ്ലം കിട്ടത്തുള്ളൂ. പിന്നെ ഒരു 20 MCQ ചെയ്യണം. ആ MCQ ബോർഡിനുള്ള MCQ മാത്രമല്ല, എൻട്രൻസിനുള്ള MCQ ആണ്. ഇത് ടൈറ്റായ MCQകളാണ്. ചെയ്താൽ 2നും ഉപയോഗിച്ചു. ഓക്കെ. കറണ്ട് ഇലക്ട്രിസിറ്റി. ശരി. ആദ്യത്തെ ഹെഡിങ് എഴുതിക്കൊണ്ട് ഇലക്ട്രിക് കറണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ പഠിച്ച കറണ്ടിനെ കുറിച്ചുള്ള
കൺസെപ്റ്റ് തെറ്റിയ നിങ്ങളുടെ കൺസെപ്റ്റ് തെറ്റിക്കാൻ പോയി. ഇത് ഒരു കണ്ടക്ടറാണ്. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് power. It consists of large number of the conductor which consists of large number of no charges alla charges allo nucleus ilundu outer position ilundu cash large number of electron outer position ആണ് ഈ ഇലക്ട്രോൺ ഓടുന്നില്ല. ഈ ഇലക്ട്രോൺ ഇരിക്കട്ടെ. അങ്ങനെ ഇരിക്കുന്ന ഈ കണ്ടക്ടർ ഞാനൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കാനായിട്ട് ഒരു സെൽ എടുത്ത് പ്രഷർ ഡിഫറൻസ് ഉണ്ടാകും. ഇവിടെ എന്താണ് വലിയവരെ എന്താണ് ചെറിയവരെ എന്താണ് പറയണേ. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോൺ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. നെഗറ്റീവ് എന്ത് ചെയ്യും? ഇലക്ട്രോൺ എവിടേക്ക് പോകും? പറ. ഓടി പോസിറ്റീവിലേക്ക് പോകും. ഓടുന്നുണ്ടാ? ഓടുന്നുണ്ടാ? ഓടി എവിടെ ചെന്ന് ചാവും? പറ. പോസിറ്റീവിൽ ചെന്ന് ചത്തുപോകും, ന്യൂട്രലൈസ് ആകും. അപ്പൊ എത്ര ഈ പോകുന്ന വഴിയിൽ ഞാനൊരു പണ്ടിട്ടു. അപ്പൊ ഇത് ഏറ്റുള്ള കേൾക്കുമോ? പണ്ടിട്ടേ ഫിലമെന്റ് കൊടുക്കണം. അപ്പൊ ഫിലമെന്റ് ചുറ്റുപഴുത്തവരും അങ്ങനെ 6 എണ്ണം പോയി ചത്ത. 6 എണ്ണം പോയി ചത്തടാ, ചത്തു. ഇപ്പോൾ ഇതിനകത്ത് ഇനി ഒഴിവാൻ ആരില്ല, ഇലക്ട്രോൺ ഇല്ല കേട്ടാ. അപ്പോൾ ബൾബ് എന്ത് ചെയ്യണം? പറ, ബൾബ് എന്ത് ചെയ്യണം? ഓഫ് ആവണം. അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. ലൈറ്റ് ഇട്ടു, ട്യൂബ് കത്തിക്കൊണ്ടേ ബാറ്ററി എടുത്തൊരു ബൾബ് കണക്ട് ചെയ്തു, ബൾബ് കത്തിക്കൊണ്ടേയിരിക്കും. അതേ കത്തിയിട്ട് ഉടനെ കാണാനാണ്. അതെന്തടേ കത്തിയിട്ട് അണയാത്തത്? നമ്മളിതാ നേരെ അനുഭവം ഉണ്ടായിരിക്കുന്ന ബോർഡിൽ 6 ഇലക്ട്രോണുകൾ പോസിറ്റീവ് അട്രാക്റ്റീവ് ഓടിപ്പോയി, പോസിറ്റീവ് പ്ലേറ്റിൽ ചെന്നോ ചത്തുപോയി. ഇനി ആ കണ്ടക്ടറിനകത്ത് ആരില്ല, ഇലക്ട്രോൺ ഇല്ല. നിങ്ങൾ KSRTC ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടാടെ? ഇല്ല. നമ്മളൊക്കെ വലിയ പണക്കാരാണ് സാറേ, നമ്മുടെ കാറിലാണ് യാത്ര ചെയ്യണം, KSRTC-ലൊന്നും കയറില്ല. ശരി, കാറിന്റെ പഞ്ചർ വീലെങ്കിലും പഞ്ചറായി KSRTC കയറി യാത്ര ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കും. ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും ഓരോ സീറ്റിലും നോക്കും ആരാണ്. ചിലരാണെങ്കിൽ സ്ഥിര യാത്രക്കാരാണെങ്കിൽ അറിയാം, സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പേ തന്നെ ഓരോ മനുഷ്യരെയും ഇരിക്കുന്നവരെ നോക്കും. അപ്പൊ ഇറങ്ങുന്ന ആളുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. കൊടയെടുത്ത് മുറുക്കി വെക്കുന്നു, കത്തിച്ചെടുക്കുന്നു, സഞ്ചി എടുക്കുന്നു, മുണ്ടെടുത്തുകൂടെ കെട്ടി വെക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു. ഇറങ്ങാനുള്ളൊരു സെറ്റപ്പ് കാണുന്നു. ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇടിച്ചിട്ടുണ്ട് ആ സീറ്റിന്റെ അടുത്ത് ചെന്ന് നിൽക്കും. അമ്മ എണീ കിടന്നിട്ട് അപ്പനൊരു ഇതല്ലേ സംഭവം. ഇതുപോലെ ഇവിടെ പോയാടാ, പോയപ്പോ ഒരു സീറ്റ് ഒഴിഞ്ഞാടാ, ഒരു വേക്കൻസി വന്നാടാ, ഇലക്ട്രോണിന്റെ ഒരു കുറവ് വന്നാടാ. ആ കുറവ് വന്ന കസേരയിലേക്ക് സെല്ലിനകത്ത് കെമിക്കൽ റിയാക്ഷൻ നടന്ന പുതിയ ഇലക്ട്രോണുകൾ വന്ന് നിൽക്കുകയാണ് ചാടാനായിട്ട്. പക്ഷെ ആരോടിക്കില്ല, കസേര ഒഴുകുന്നില്ല. ഇപ്പോഴാണെങ്കിലോ ആ ഇലക്ട്രോണുകൾ കഴിഞ്ഞു, ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട്. അപ്പൊ വീണ്ടും അടുത്ത ഇലക്ട്രോൺ എടുക്കാണ്. അങ്ങനെ ഓരോ വേക്കൻസി വരുന്നതിനനുസരിച്ച് സെല്ലിനകത്ത് കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഇലക്ട്രോൺ വന്ന് ഈ വേക്കൻസികൾ ഫില്ല് ചെയ്ത് ചാടി കണ്ടിന്യൂസ് ഫ്ലോ ഉണ്ടാകും. മനസ്സിലായ? ഈ ഫ്ലോ നിൽക്കും. എപ്പോ നിൽക്കും? പാവം ബാറ്ററി ഫ്യൂസ് ആകുമ്പോൾ ബാറ്ററിക്ക് അകത്തുള്ള ഇലക്ട്രോലൈറ്റോ സൾഫ്യൂരിക് ആസിഡോ ഡീകമ്പോസ് ചെയ്ത് പൂർണ്ണമായും അത് അയോണുകളായി മാറിക്കഴിയുമ്പോൾ പുതിയ ഇലക്ട്രോണുകളെ അതിന് വിട്ടുകൊടുക്കാനുള്ള കഴിവുണ്ടോ? ആ സമയത്താണ് കളയുകയും കടയിൽ നിന്ന് അടുത്ത ബാറ്ററി മാറ്റുകൊണ്ടോ നമ്മൾ ഇടുകയും ചെയ്യണം. മനസ്സിലായില്ല? അങ്ങനെയാണ് കറണ്ടൊക്കെ ഒഴുകുന്നത്. അല്ല ഫ്രീ ഇലക്ട്രോൺ എന്ന് പറഞ്ഞ് ഓടൂല. ഓടിയാൽ ബാക്കി അവിടുത്തെ ഒഴിവുകളിലേക്ക് പുതിയ ഇലക്ട്രോണുകൾ ചാടി തരും.
ബസ്സിലെ സീറ്റ് ഫില്ല് എന്നിട്ട് അവനോട് ചാടി. അങ്ങനെ ഓടുമ്പോൾ അങ്ങനെ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുമ്പോൾ പറയണ്ട, ഇലക്ട്രോൺ എന്ത് ചെയ്തു? ഇലക്ട്രോൺ ഓടിയപ്പോൾ ഞാനൊരു വല്ലവൻ, ലക്ഷ്മണൻ പണ്ട് വരച്ചു, സീതയെ നീ എടുത്ത് ചാടിക്കളയല്ലേ. പക്ഷെ സീത ചാടി സീതയെ പിടിച്ചോണ്ട് പോയി. ആ വരയല്ല ഈ വര. അതാരുടെ? ലക്ഷ്മണൻ. ഒരുത്ത് ചോദിക്കണം അതായത് ലക്ഷ്മണൻ. ഇവിടെ ശ്രദ്ധിക്കൂ, ഞാൻ പറയുന്നത് ഓൺലൈൻകാർക്ക് വല്ല മനസ്സിലാവണം. ഒരു കൈ കാണിക്കണേ. 1 പോയി, തീർന്നു. 2 3 4 5 6 7 8 വരെ ഉള്ള 8 വരെ ഉള്ളു കേട്ടോ. ബാക്കി 2 ഇവിടത്തെ 2 ക്യാമറയിൽ. ശരി, എനിവേ ഓൺലൈൻകാരെ വിഷമിക്കല്ലേ. നിങ്ങളൊക്കെ സ്കൂൾ തുറന്നിട്ട് നിങ്ങളെ സ്കൂളിൽ വന്ന് ഫുൾ ടോപ്പിക്കും എടുക്കും കേട്ടോ. 1ാമത്തെ ചാപ്റ്ററോട് എടുക്കും. നിങ്ങൾക്ക് വേറെ സ്കൂളുകാരല്ലേ. JNV മലമ്പുഴക്കാർക്ക് എടുക്കൂല, ഇതിന്റെ ബാക്കി തന്നെ കേട്ടോ. എല്ലാരും ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള ഏരിക്കാർക്കൊക്കെ സ്കൂളിൽ വന്ന് എടുത്തില്ല. ഞാനൊരു വര വരച്ചു, ഞാനൊരു ഈ ക്രോസ് സെക്ഷനിലാണ് ഈ സെക്ഷൻ അങ്ങോട്ട് വരച്ചു. ഇതുവഴി 1 സെക്കൻഡിൽ കടന്നുപോയ ചാർജ് എടുത്തു. ചാർജിന്റെ എണ്ണമല്ല, ചാർജ് എടുത്തു. ഒരു ചാർജ് പോയാൽ ചാർജ് എത്ര? 1.6 × 10⁻⁻19 കൂളം. 2 ചാർജ് പോയാലോ 2 × 1.6 × 10⁻⁻. തന്നെടാ, 1 സെക്കൻഡിൽ പോയ ചാർജ് എടുത്തു. അതിനെയാണ് ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റ് is the charge flows through any section of a conductor, in unit time. ഒരു സമയത്ത് 1 സെക്കൻഡ് സമയത്ത് കടന്നുപോയ ചാർജിന്റെ എണ്ണം. മക്കളെ, ഞാൻ എണ്ണിയത് 2 സെക്കൻഡിൽ കടന്നുപോയ ചാർജിന്റെ എണ്ണമല്ല, ചാർജ് 2 സെക്കൻഡിൽ കടന്നുപോയത് 20 കൂളം എന്നാണ് ഞാൻ എണ്ണിയത്. ഞാൻ സമയം നോക്കാൻ വിട്ടുപോയി. 2 സെക്കൻഡ് എണ്ണിക്കൊണ്ടിരുന്നു. 20 കൂളം 2 സെക്കൻഡിൽ. എങ്കിൽ 1 സെക്കൻഡിൽ എത്ര? 1 സെക്കൻഡിൽ എത്ര? 10 കൂളം. 2 സെക്കൻഡിൽ എണ്ണിയ 2 കൊണ്ട് എണ്ണിയ ആകെ ക്വാണ്ടിറ്റി ഓഫ് ചാർജിന് ഞാൻ എന്ത് ചെയ്തു? 20 കൂളം ബൈ 2 സെക്കൻഡ് ഈക്വൽ ടു. ഇതാണ് കറന്റ്. ചാർജ് പെർ യൂണിറ്റ് ടൈം 5 സെക്കൻഡിൽ 500 കൂളം. എങ്കിൽ 1 സെക്കൻഡിൽ എത്ര? 500/5. അതാണ് Q/T. ഇനി എണ്ണിയപ്പോ ഞാൻ ഒരു കാര്യം ചെയ്യും. ചാർജിന് എണ്ണമാണ് എണ്ണിയത്. ഞാൻ 1 സെക്കൻഡിൽ ആടാനെടുക്കുന്ന സമയത്തെ ഫ്രീക്വൻസി എന്ന് വിളിക്കും. ഒരു പന്ത് തറയിൽ തെന്നിപ്പോകും. 1 സെക്കൻഡിൽ ഉണ്ടായ തെന്നലുകളെ ഫ്രീക്വൻസി എന്ന് പറയും. സാറേ, 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന എന്തിനേയും വിളിക്കുന്ന പേരാണ്, 1 സെക്കൻഡിൽ കറങ്ങുന്ന ലീഫിന്റെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. 1 സെക്കൻഡിൽ കയ്യിൽ കിട്ടിയ അടികളുടെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. 1 സെക്കൻഡിൽ എന്റെ ഹൃദയം ഇടിക്കുന്ന എണ്ണത്തെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. സാറേ, നമ്പർ 5 ടൈം 1 സെക്കൻഡിലുള്ള നമ്പർ, അതാണ് ഫ്രീക്വൻസി. അല്ലേ? യൂണിറ്റ് ഓഫ് കറണ്ട് പറയുന്ന യൂണിറ്റ് ഓഫ് കറണ്ട് താഴെ അങ്ങനെയൊന്നും അല്ല. Q എന്ന് പറഞ്ഞാൽ കൂളംബ്, ടൈം എന്ന് പറഞ്ഞാൽ സെക്കൻഡ്, കൂളംബ് സെക്കൻഡ്. അതിനെ വിളിക്കുന്ന പേരാണ് ആംപിയർ. ഏത് വെച്ചാൽ സാറെ 1 ആംപിയർ. 1 ആംപിയർ എന്ന് പറഞ്ഞാൽ Q 1 കൂളമാക്കണം, ടൈം 1 സെക്കൻഡ്.
സാറേ കറണ്ടിന് ഡയറക്ഷൻ ഉണ്ടല്ലോ, ഞങ്ങൾ കണ്ടല്ലോ. എന്തായിരുന്നു ഡയറക്ഷൻ? കറണ്ട് ഉണ്ടാകുന്നതിന് കാരണം ആയിരം മരണം. ഇത് ആയിരം മൂവ്മെന്റാണ്. ഇലക്ട്രോണിന്റെ മൂവ്മെന്റ്. ഇലക്ട്രോൺ എങ്ങോട്ട് എഴുതുന്നു? നെഗറ്റീവ് പോസിറ്റീവ്. സാർ ഞാൻ കറണ്ടിനെ കുറിച്ച് പഠിച്ചത് 6ാം ക്ലാസ് മുതലാണ് സാർ. 6ാം ക്ലാസ് മുതൽ എന്റെ ടെസ്റ്റിൽ എഴുതിയിരിക്കുന്നു ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് എന്നാണ് എന്നെ പഠിപ്പിച്ചത്. നിങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് 101% തെറ്റാണ്. തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ പഠിപ്പിച്ചത് തെറ്റാണ്. ഈ ഇതുവരെയും നിങ്ങൾ പഠിച്ചത്, ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് തെറ്റാണ്. കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് പറയുന്നടാ? യഥാർത്ഥത്തിൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ മൂവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇലക്ട്രോൺ എപ്പോഴും നെഗറ്റീവിന്. ഇതാണ് യഥാർത്ഥ കറണ്ട്. പക്ഷേ ഈ ലോകം മുഴുവനും തിരിച്ചാണ് പഠിക്കുന്നത്, തിരിച്ചാണ് എഴുതുന്നത്, തിരിച്ചാണ് വരയ്ക്കുന്നത്. എന്തിനു വേണ്ടി എന്നറിയാമോ? നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കുമ്പോൾ ഒരു വേർഡ് അടക്കണം. കൺവെൻഷണൽ. കൺവെൻഷണൽ, കൺവീനിയൻസ്. നമുക്ക് സൗകര്യത്തിന് വേണ്ടി, നമുക്ക് എളുപ്പമാകാൻ വേണ്ടി നമ്മൾ എപ്പോഴും എവിടെ നിന്ന് പോസിറ്റീവ് അല്ലേ നമുക്ക് ഇഷ്ടം? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ. ബ്രാക്കറ്റിൽ കിടക്കും കൺവെൻഷണൽ കറണ്ട് ഫ്ലോ. നമ്മുടെ സൗകര്യമാണ്. നമുക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ കണക്കൊക്കെ വരുമ്പോൾ നെഗറ്റീവുകൾ അധികം കയറി വരും. ഇത് മൊത്തത്തിൽ റിവേഴ്സ് ആവേലേ. നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ളതെല്ലാം തിരിച്ചു മൊത്തത്തിൽ റിവേഴ്സ് ആവേണം, ക്ലോക്ക് വൈസ് ആവേണം. അതുകൊണ്ട് കണക്കൊക്കെ നമുക്ക് ഈസി ആക്കാൻ, പ്രോബ്ലംസ് എളുപ്പമാക്കാൻ കറണ്ടിന് നെഗറ്റീവ് വാല്യൂ ഇട്ട് ചെയ്യുമ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആവുന്നത് കൊണ്ട് കൺവീനിയൻസിന് വേണ്ടി, കൺവെൻഷന് വേണ്ടി കൺവെൻഷണൽ കറണ്ട് അല്ലെങ്കിൽ എല്ലാ ടെക്സ്റ്റ് ബുക്കിലും എഴുതിയിട്ടുള്ള കറണ്ട്, ഈ ലോകത്ത് പ്രസിദ്ധീകരിച്ച മുഴുവൻ ടെക്സ്റ്റ് ബുക്കിലുള്ള കറണ്ട് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന തെറ്റായ കാര്യമാണ് നമ്മൾ പഠിക്കുന്നതും ഇനി ചെയ്യുന്നതും ഇനി വർഷങ്ങളോളം ചെയ്യുന്നത്. ഇതേ കണക്ക് ഒരു കൺവെൻഷണൽ പരിപാടി മിററിലും ലെൻസിലും ഉണ്ട്. യഥാർത്ഥ ഇക്വേഷൻ അല്ല. 1/v + 1/u = 1/f എന്ന് പറഞ്ഞ മിററിന്റെ ഇക്വേഷൻ തെറ്റാണ്. അത് യഥാർത്ഥ ഇക്വേഷൻ അല്ല. അവിടെ നമ്മൾ കൺവെൻഷൻ ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. സൈൻ കൺവെൻഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. സൈൻ കൺവെൻഷൻ, കൺവീനിയൻസ്, നമുക്ക് എളുപ്പമാകാൻ വേണ്ടി നമ്മൾ കൊടുക്കണം. അതാണ് 1/v + 1/u = 1/f. അതല്ലടാ പിള്ളേരെ ഒറിജിനൽ ഇക്വേഷൻ. അത് ഒറിജിനൽ ഇക്വേഷൻ ആക്കാൻ വേണ്ടിയാണ് വീണ്ടും പ്രോബ്ലം തരുമ്പോ യുവിന് എന്ത് കൊടുക്കുന്നു? ലെഫ്റ്റ് സൈഡ് പറഞ്ഞതിന് വീണ്ടും കൊടുക്കുന്നു, നെഗറ്റീവ് കൊടുക്കുന്നു. കൊടുത്ത് പഴയ ഇക്വേഷൻ, ഒറിജിനൽ ഇക്വേഷൻ കൊണ്ടുവന്ന് കണക്കാക്കിയാണ് നമ്മൾ 1/v + 1/u = 1/f എന്ന് പറയുന്നത്. നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി ഡയറക്ഷൻ കൊടുത്തിട്ട് ഇക്വേഷൻ ആണ്. അതല്ല ഇക്വേഷൻ. അതല്ല ഇക്വേഷൻ ആയതുകൊണ്ട് ഒന്നുകൂടെ അതിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും? നമ്മള് മാറ്റുന്നു. അതിനുവേണ്ടിയാണ് പ്രോബ്ലം ചെയ്യുന്നത്. യു വീണ്ടും നെഗറ്റീവ് കിട്ടും, വി വീണ്ടും പോസിറ്റീവ് കിട്ടും. അങ്ങനെ പഴയ ഇക്വേഷൻ അല്ല അറിഞ്ഞിട്ടുണ്ടായി. സൈൻ കൺവെൻഷൻ 10ാം ക്ലാസ് ടിവി വെച്ച് അംഗം വിട്ട് റൂള് പഠിച്ചു വെച്ചെങ്കിൽ സൈൻ കൺവെൻഷൻ, കൺവീനിയൻസ്, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ആ ഇക്വേഷനെ മാറ്റി എഴുതിയിരിക്കുക. ഒറിജിനൽ ഇക്വേഷൻ അല്ല. പിന്നെ നമ്മൾ ഒന്നിൽ ഉണ്ടാകും. പ്രോബ്ലം ചെയ്യുമ്പോൾ വീണ്ടും ഒന്നുകൂടെ സൈൻ ഇട്ടുണ്ട്. മനസ്സിലായ? അപ്പൊ ഡയറക്ഷനോ ഇലക്ട്രോണിക് കറണ്ട് എന്ന് പറയണത് നെഗറ്റീവ് ടു പോസിറ്റീവ്. ഡയറക്ഷനോ കൺവെൻഷണൽ കറണ്ട് അല്ലെങ്കിൽ കറണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെ കൺവെൻഷൻ? ഞാൻ പരീക്ഷയ്ക്ക് എന്തിനാ എഴുതണം? ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്രം പോസിറ്റീവ് ടു. തെറ്റായ കാര്യം എഴുതി പഠിച്ചു. സാറേ എനിക്കൊരു ഡൗട്ട്. കറണ്ടിന് ഡയറക്ഷൻ ഇല്ലേ? ഡയറക്ഷൻ ഉള്ളതെല്ലാം ആരാണ്? വെക്ടറാണ്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഈസ് എത്ര? ഇലക്ട്രിക് കറണ്ട് ഈസ് ഞാൻ ഇതിന്റെ താഴെ എഴുതുന്നത് electric current is a parametric. Electric current is a
വെക്റ്റർ ക്വാണ്ടിറ്റി. പക്ഷേ ഞാൻ എഴുതുന്നു ഇവന്റിലാണ് എന്താണെന്ന് സ്കെയിലാർ ക്വാണ്ടിറ്റി. സാർ എന്ത് തെറ്റാണ് സാർ പറയുന്നത്? സാർ ഇത് 3 ആമ്പിയർ കറണ്ട്, ഇത് 4 ആമ്പിയർ കറണ്ട്, ഇത് എത്ര ആമ്പിയർ കറണ്ട് ആയിരിക്കും? ഉറപ്പായിട്ടും 7 ആമ്പിയർ കറണ്ട്. നോക്കൂ മക്കളെ, ഒരു നിമിഷം സഹിച്ചിരുന്നു, പെട്ടെന്ന് കാര്യമില്ല. ഈ രണ്ട് വയറുകൾ ഞാൻ 90 ഡിഗ്രിയിൽ വെച്ചിരിക്കണമെന്നിരിക്കട്ടെ. വെക്ടർ ആകണമെങ്കിൽ റിസൾട്ടന്റ് കാണാൻ വെക്ടർ അഡീഷൻ ഒബേ ചെയ്യണം. ഡയറക്ഷൻ ഉണ്ടായിട്ട് കാര്യമില്ല. ലാ ഓഫ് വെക്ടർ അഡീഷൻ ഒബേ ചെയ്യണം. നോക്കാം നമുക്ക് രണ്ട് വെക്ടറുകൾ പി സ്ക്വയർ പ്ലസ് യു സ്ക്വയർ പ്ലസ് 2 into v into u into cos എടുക്കണം. cos 90 ആയത് എത്ര പോകണം? 0. അപ്പോൾ കൂട്ടോ 3 സ്ക്വയർ എടുക്കണം. ഇവിടെ cos സ്ക്വയർ എടുക്കണം. ഇവിടെ റൂട്ട് 20 എടുക്കണം. 5 ആമ്പിയർ അല്ലോണം എത്ര? It does not obey. It does not obey. അതുകൊണ്ടാണ് കറക്റ്റ് വിഷയമാകുന്നത്. ഡയറക്ഷൻ ഉണ്ടെങ്കിൽ കറക്റ്റ് ആരല്ല, കറക്റ്റ് ഒരു വെക്ടർ അല്ല. ഇലക്ട്രിക് കറണ്ട് എന്ന ടോപ്പിക് ക്ലിയർ ആയി. ഫസ്റ്റ് ടോപ്പിക്കാണ് ഇലക്ട്രിക് കറണ്ട്. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലേ? കണ്ണാടി വെച്ച കുട്ടി കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. വെരി ഗുഡ്. എഴുതിയെടുക്ക്. ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ചെയ്താൽ ഇലക്ട്രിക് കറണ്ട് ചെയ്യാം. ഇലക്ട്രിക് കറണ്ട് നമ്മൾ പോകുന്നു. ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാൻ മതി. ഇലക്ട്രിക് കറണ്ട് നീ ആർക്കുള്ള 15 എനിക്കിതാ വായിച്ചില്ല. പക്ഷെ ഞാൻ കണ്ടു 15 15 21 സമയം കൂടുതൽ അറിയില്ലല്ലോ. പ്രേക്ഷകർക്ക് വേണ്ടി എടുക്കാം. ഈ ഒരു പ്രോഗ്രാം വേണ്ടത് വൈകുന്നേരം കുറച്ച് മനസ്സിലാക്കുന്നത് സാറിന് ദിവസം ഓൺലൈനിൽ പറഞ്ഞുപോയ ഇത് 690 വരെ ഇരിക്കാന്നൊക്കെ പറഞ്ഞു. തുലക്കോണ നോക്കാൻ ആവശ്യം ആരാണ് അക്ഷരി അക്ഷരി 4 ക്ലാസ് പിന്നെ വെച്ചിട്ട് ഇവിടെ എത്ര കിലോമീറ്റർ? 17 കിലോമീറ്റർ. 17 കിലോമീറ്റർ തിരിച്ചിരിക്കുന്ന 17 കിലോമീറ്റർ തന്നെയാണ്. 17 കിലോമീറ്റർ. നിന്റെ അച്ഛൻ ബൈക്കൊണ്ടാണ് അറിയാലോ. ഒരു ഹീറോ ഹോണ്ടയുണ്ട്. കോണ്ടാക്ട് അപ്പൊ അച്ഛനോടും അത് വരാൻ പറഞ്ഞു. കൊല്ലം കൊണ്ട് പറയുമ്പോൾ പൊതുവായി ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ എന്തുകൊണ്ട് അത് എന്റെ ഒരു ടെസ്റ്റ് വായിച്ചോളണം കേട്ടാ. കേരളത്തിലെ ആരും ഒരു വ്യക്തി പോലും ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് വായിക്കില്ല. പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 1 ഒന്നാമത്തെ ചാപ്റ്റർ വായിച്ച പുതുമഴ നീ വായിക്കുന്നുണ്ട്. തുറന്നു നോക്കി
കോസൈൻ 0 എല്ലാ സ്റ്റേബിൾ ഇല്ലാത്തപ്പോൾ x സ്ക്വയർ സ്ഥാനത്ത് സ്ക്വയർ മാത്രം. Question 8. How many electrons? How many electrons? Online marks. നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റിന്റെ ടെസ്റ്റ് പേപ്പർ ക്വസ്റ്റ്യൻ തയ്യാറായിട്ടുണ്ട്. കേട്ടോ, ഞാൻ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ ആണ്. തിയറിയാണ് ഇപ്പോൾ നടത്തുന്ന തിയറിയാണ്. അത് കഴിഞ്ഞിട്ട് പ്രോബ്ലം ക്വസ്റ്റ്യൻ, അത് NCERT വർക്ക്ഔട്ട് ചെയ്തിട്ട് പ്രോബ്ലം ക്വസ്റ്റ്യൻ. മൂന്നാമത് MCQ. എന്താണ് MCQ? എൻട്രൻസ് ക്വസ്റ്റ്യൻ. കാരണം മൂന്നും ചെയ്തിട്ട് മൂന്നും നടക്കും. ഇപ്പൊ നമ്മൾ ഏതാണ് തീർത്തേക്കുന്നത്? അപ്പൊ തിയറി ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ. രണ്ടാമത് ഇതിന് MCQ ഉണ്ട്, തിയറിയിൽ MCQ ഉണ്ട്. രണ്ടാമത് പറഞ്ഞ ഏതാണ്? പ്രോബ്ലം. NCERT ടൈപ്പ് ഓഫ് പ്രോബ്ലം, എക്സസൈസിലെ അല്ലാതെ ഉള്ള പ്രോബ്ലം, സിമിലർ പ്രോബ്ലം. അത് കഴിഞ്ഞ് മൂന്നാമതൊരു ക്വസ്റ്റ്യനും കൂടെ വരും. ഏതാണ്? MCQ. അങ്ങനെ ഒരു ചാപ്റ്ററിന് എത്ര ടെസ്റ്റ് ഉണ്ട്? ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ ഒന്നേ ചെയ്യാൻ പറ്റും. ഏതാണ്? തിയറി മാത്രം. അത് ഒന്നും തീർത്തോ, ആ ഒന്നിൻ്റെതാണ് സാറിന് ഇട്ട് കൊടുക്കും. അടുത്ത ദിവസങ്ങളിൽ നടക്കും. പിന്നെ രണ്ടിൻ്റെത് അടുത്ത ആഴ്ച നടക്കും. മൂന്നിൻ്റെത് അതിൻ്റെ അടുത്ത ആഴ്ച. അത് കഴിയുമ്പോൾ നമ്മൾ സ്കൂളിൽ എത്തും. അപ്പൊ ഞാൻ നിങ്ങളെ NCERT പ്രോബ്ലംസ് ഒക്കെ ചെയ്യും. ചെയ്യിക്കണ അനുസരിച്ച് 1, 2, 3 അത് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒബ്ജക്റ്റീവ്. അപ്പൊ 1, 2, 3 calculate the how many electrons are in, how many electrons are in 300 milliampere current. 300 milliampere current. 300 milliampere current. എത്ര ഇലക്ട്രോൺ? ഞാൻ ഇക്വേഷൻ നമ്പർ how many electrons? നമ്പർ പറഞ്ഞ ഇക്വേഷൻ ഏത്? I is equal to NE by G. I എത്ര പിള്ളേര്? 300 മില്ലി. മില്ലിയാമ്പർ എത്ര? എന്നെ കണ്ടുപിടിക്കണം. ഈ എത്ര? പോയി 1.6 ഇൻറ്റു ടൈം എത്ര? ടൈം തന്നിട്ടില്ല സർ. ടൈം തന്നിട്ടുണ്ട്. 300 മില്ലി ആംപിയർ കറണ്ട് എന്ന് മാത്രമേ തന്നുള്ളൂ. കറണ്ട് ആകുമ്പോൾ ചാർജ് പെർ യൂണിറ്റ് ടൈം. ഇനി അഥവാ 300 മില്ലി ആംപിയർ ഫ്ലോ ത്രൂ എ കണ്ടക്ടർ ഇൻ 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ G2 കൊടുക്കാം. അല്ലാതെ G തന്നിട്ടില്ലെങ്കിൽ എടുത്ത ഓൺലൈൻ സ്റ്റുഡൻസ് ക്ലിയർ ആയ? ഇലക്ട്രിക് കറണ്ട് ക്ലിയർ ആയ? കൈ കാണട്ടെ, കൈ. 1, 2, 3, 4, 5, 6. ഇനി ഒരു കൈ കൂടെ വരുന്നുണ്ടോ? ഒരാൾ പോയാ? അടുക്കളയിൽ പോയാ? ഈ പ്രോബ്ലം ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വരും. പ്രോബ്ലം ചെയ്തിട്ട് ഞാനും ബ്രേക്ക് എടുക്കാൻ പോവേണ്ട. നിങ്ങൾ സഹകരിച്ചാൽ നിങ്ങൾ വയറ്
minus 1 vitamin C കിട്ടും. 4 minus 1 all of this നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം ഒരു നെഗറ്റീവ് ഫസ്റ്റ് പേപ്പർ മൊബൈലിൽ കിടക്കുന്നു. ഞാൻ മൊബൈലിൽ എടുക്കുന്നു. അപ്പൊ എന്ത് കാണാൻ 300 into 10 raised to minus 3 divided by 1/6 into 10 raised to minus 9. 300 in a 3 into 10 square and 10 raised to minus 3 and 10 raised to minus 9 okay. 1/6. Upon 3 into 10 raised to minus 1, 1/6, 10 raised to minus 19. Add over 3 into 10 raised to minus 1 plus 19. Add 1/6. Upon 3 into 10 raised to 18. Add 1. Point at the Elisabeth. Although the man is like Parnay into Pater is Parnay. Here is the Yena. Okay. Okay. चला ये डेसिमल अमाउंट है तुम्हारे 10 मार्क पूरा आंसर करता है इस 1.87 into 10 raised to 18 चलो सर 1.87 into 10 raised to 18 चलो 1.87 into 10 raised चलो 0.19 something into 10 raised to 12 and answer क्या होगा